ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ UPSC ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 6th ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ 5th ഷെഡ്യൂളിനെ പറ്റിയിട്ട് തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ആ 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഗവേണൻസ് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നാൽ 5th ഷെഡ്യൂളിനകത്ത് 4 സ്റ്റേറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ആ 4 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. അതാണ് 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതും പാർട്ട് 10-നകത്താണ് വരുന്നത്. 4 സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ആ 4 സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്: ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓർത്തു വെക്കാൻ ATM എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിക്കാം. A for ആസാം, T for ത്രിപുര, M for മേഘാലയ ആൻഡ് മിസോറാം. അപ്പൊ മേഘാലയ മിസോറാമുമാണ് ഉൾപ്പെടുന്നത്, മണിപ്പൂർ ഇല്ല എന്നുള്ളതും കൂടെ. ഇനി എന്തുകൊണ്ടാണ് ഇവർക്കൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തത്? അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇവരെ 5th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്താതെ ഈ 4 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഒരു പുതിയ ഒരു ഷെഡ്യൂൾ തന്നെ കൊണ്ടുവന്നത്? അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഈ പറയുന്ന 4 സ്റ്റേറ്റുകളിലുമുള്ള ബാക്കി ജനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ട്രൈബുകൾ അവരുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും കൾച്ചറും സിവിലൈസേഷനും ഒക്കെ ആയിരിക്കും ഉള്ളത്. അപ്പൊ അവർക്കൊരു സ്വയംഭരണം വേണം, അവർക്കൊരു ഓട്ടോണോമി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കസ്റ്റംസും കൾച്ചറും ഒക്കെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രത്യേകം ഷെഡ്യൂൾ, 6th ഷെഡ്യൂൾ ഇവർക്ക് വേണ്ടി, ഈ 4 സ്റ്റേറ്റുകളിലുള്ള ട്രൈബ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 6th ഷെഡ്യൂളില് 10 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ട്രൈബൽ ഏരിയാസിൽ ഒരു ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളായിട്ടായിരിക്കും നിങ്ങൾ രൂപീകരിക്കുന്നത്. ചെറിയ ചെറിയ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളായിട്ടായിരിക്കും വരുന്നത്. അത് സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യുന്നതും, ഇനി അതിന്റെ ഏരിയ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതും, അതിനൊരു പേരിടുന്നതും, അതിന്റെ ബൗണ്ടറീസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതും ഗവർണറാണ്. ഇനി ഒരേ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റിലെ തന്നെ ചിലപ്പം ഒന്നിലധികം ട്രൈബുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗവർണറിന് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഓട്ടോണോമസ് റീജിയൻസുകളാക്കാനായിട്ട് പറ്റും. ഓരോ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റിനകത്തും ഒരു ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടായിരിക്കും. ഈ ഡിസ്ട്രിക്ട് കൗൺസിലിൽ 30 മെമ്പേഴ്സ് ആണ് വരുന്നത്. ഈ 30 മെമ്പേഴ്സിൽ 4 പേരെ ഗവർണറെ നോമിനേറ്റ് ചെയ്യുകയും ബാക്കി വരുന്ന 26 പേരെ ഇലക്ഷൻ നടത്തി 5 വർഷത്തെ ടേമിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെയും ഈ പറയുന്ന റീജിയണൽ കൗൺസിലിന്റെയും ഒക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ അവര് ലോസ് ഉണ്ടാക്കും. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്? ലാൻഡ് റിലേറ്റഡ് ആവാം, ഫോറസ്റ്റ് റിലേറ്റഡ് ആവാം, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടും വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡുമായിട്ടുള്ള ലോസ് ഉണ്ടാക്കും. ഇനി ഈ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിലിൽ തന്നെ ചിലപ്പോൾ ഈ ട്രൈബുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രയൽ നടത്തുന്നതിന് വേണ്ടി വില്ലേജ് കൗൺസിലുകൾ അല്ലെങ്കിൽ കോർട്ട് ഓഫ് ട്രയലുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഡിസ്ട്രിക്ട് കൗൺസിലുകൾ തന്നെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളും മാർക്കറ്റും, അതുപോലെ സപ്പോസ് ഇവർക്ക് ഇവിടെ നിലനിൽക്കുന്ന മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും, നോൺ ട്രൈബലുമായിട്ടൊക്കെ ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ അവിടെയും എല്ലാം അവരെ ചൂഷണം ചെയ്യാതിരിക്കാൻ ഒരു കൺട്രോൾ വേണം. അപ്പൊ അതിനൊക്കെയുള്ള ലോസ് ഉണ്ടാക്കുന്നതും ഡിസ്ട്രിക്ട് കൗൺസിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗവർണറിന്റെ അസന്റ് കൂടെ വാങ്ങേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇവിടെ ടാക്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിലുകൾക്ക് വേണമെങ്കിൽ ചില ടാക്സുകൾ ഇമ്പോസ് ചെയ്യാം, ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രത്യേക റീജിയനായിട്ട് നിൽക്കുമ്പോൾ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉണ്ടാക്കുന്ന ലോസുകൾ ഇവിടെ നേരിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് ഇവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അഥവാ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും ആ നിയമങ്ങളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് മാത്രമേ ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകളും റീജിയണൽ കൗൺസിലും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് എൻക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോൾ ഇത്രയുമാണ് 6th ഷെഡ്യൂളിനെ പറ്റിയിട്ടുള്ളത്. 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും 7 മിനിറ്റ്സോളം വരുന്ന വീഡിയോസ് ആണ്. അത് രണ്ടും കണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.